തിരുനാൾ ആഘോഷിക്കുന്നുണ്ട്. അതേതാണെന്ന് നിങ്ങൾക്കറിയാമോ? അതാണ് പരിശുദ്ധ കർമ്മല മാതാവിന്റെ തിരുനാൾ. പരിശുദ്ധ അമ്മയ്ക്ക് കർമ്മലർമ്മ എന്ന പേര് ലഭിച്ചത് എങ്ങനെയാണെന്ന് അറിയാമോ? ദൈവത്തെ ധ്യാനിക്കുന്ന സന്യാസിമാർ പലയിടങ്ങളിൽ എന്ന പോലെ പലസ്തീനയിലും ഉണ്ടായിരുന്നു. പാലസ്തീനയിലെ മൗണ്ട് കാർമൽ മലയിൽ താമസിച്ചിരുന്ന ഒരു കൂട്ടം സന്യാസിമാർ തങ്ങളുടെ മാതാവും സംരക്ഷകയുമായി തിരഞ്ഞെടുത്ത് പരിശുദ്ധ അമ്മയായിരുന്നു. ഈ സന്യാസ സമൂഹമാണ് പരിശുദ്ധ അമ്മയെ കർമ്മല മാതാവെന്ന് ആദ്യമായി വിളിക്കുന്നത്. കൂട്ടുകാരെ, നിങ്ങൾ ചരിത്രത്തിൽ കുരിശുയുദ്ധങ്ങളെ പറ്റി കേട്ടിട്ടുണ്ടോ? കുരിശുയുദ്ധ കാലത്ത് ഈ സഭയ്ക്ക് യൂറോപ്പിലേക്ക് പോരേണ്ടി വന്നു. കുരിശുയുദ്ധ കാലം കർമ്മല സഭയ്ക്ക് കഷ്ടപ്പാടുകളുടെ അതിജീവനത്തിന്റെ കാലഘട്ടമായിരുന്നു. ഇംഗ്ലണ്ടിലെ ഐസ്ഫോർഡ് ഗ്രാമത്തിൽ താമസിച്ചിരുന്ന വിശുദ്ധ സൈമൺ സ്റ്റോക്ക് ആയിരുന്നു ആ കാലത്ത് കർമ്മല സഭയുടെ സുപ്പീരിയർ ജനറൽ. ഈ പ്രതിസന്ധി കാലഘട്ടത്തിൽ അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു: കർമ്മലമലയിൽ സുന്ദരകുസുമേ, സ്വർഗത്തിന്റെ അനാകർഷവും നിർമ്മലവുമായ തേജസ്സിൽ നിത്യകന്യകയായി ദൈവധർമ്മം പ്രസവിച്ചവളെ, ഇന്നത്തെ ആവശ്യങ്ങളിൽ എന്നെ സഹായിക്കണമേ. അങ്ങ് എൻ്റെ അമ്മയാണെന്ന് കാണിച്ചു തരണമേ. സമുദ്രകാരനെ എന്നെ സഹായിക്കണമേ, രക്ഷിക്കണമേ. 1251 ജൂലൈ 16-ാം തീയതി വിശുദ്ധ സൈമൺ സ്റ്റോക്ക് അർദ്ധരാത്രി ഇങ്ങനെ പ്രാർത്ഥിച്ചു: കർമ്മലയിലെ സുന്ദരകുസുമേ, സ്വർഗത്തിന്റെ അനാകർഷവും നിർമ്മലമായ തേജസ്സിൽ നിത്യകന്യകയായി ദൈവധർമ്മം പ്രസവിച്ചവളെ, ഇന്നത്തെ ആവശ്യങ്ങളിൽ എന്നെ സഹായിക്കണമേ. അങ്ങ് എൻ്റെ അമ്മയാണെന്ന് കാണിച്ചു തരണമേ. സമുദ്രകാരനെ എന്നെ സഹായിക്കണമേ, രക്ഷിക്കണമേ. അപ്പോൾ വാനരഗണങ്ങളുടെ അകമ്പടിയോടെ കർമ്മല മാതാവ് പ്രത്യക്ഷപ്പെട്ട് കർമ്മലോത്തിരിയെ നൽകിക്കൊണ്ട് പറഞ്ഞു: എന്റെ സഹോദരത്തിന്റെ അടയാളവും രക്ഷയുടെ ആചാരവുമായ ഈ കർമ്മല ഉത്തിരിയം സ്വീകരിക്കുക. ഈ ഉത്തിരിയം ധരിച്ച് മരിക്കുന്നവർ നശിക്കുകയില്ല. ഈ സംഭവം വളരെ വേഗത്തിൽ യൂറോപ്പ് മുഴുവൻ നടന്നു. ലോകമെമ്പാടുമുള്ള എല്ലാ ദൈവമാതൃ ഭക്തരും കർമ്മല ഉത്തിരിയം ധരിക്കാൻ തുടങ്ങി. കൂട്ടുകാരെ, ഇതേപോലെ 1322 പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് ആർക്കാണെന്ന് 23-ാം യോഹന്നാൻ മാർപ്പാപ്പയ്ക്കാണ്. മാർപ്പാപ്പയുടെ കയ്യിൽ ഉത്തിരിയെ നൽകിക്കൊണ്ട് പരിശുദ്ധ അമ്മ പറഞ്ഞു: കൃപാവരങ്ങളുടെ രാജ്ഞിയായ ശനിയാഴ്ച തോറും ശുദ്ധീകരണ സ്ഥലത്ത് ഇറങ്ങി ചെന്ന് ഉത്തരയും ധരിച്ച് മരിച്ചിട്ടുള്ളവരെയും ചില വ്യവസ്ഥകൾ പാലിച്ചിട്ടുള്ളവരെയെല്ലാം ഞാൻ മോചിപ്പിക്കുന്നു. ഈ കർമ്മലത്തെ ഉത്തരയും ധരിച്ചുകൊണ്ട് പരിശുദ്ധ മാതാവിന്റെ സംരക്ഷണ വലയത്തിലേക്ക് നമുക്ക് ഉൾച്ചേരാം. ജൂലൈ 16-ാം തീയതി നമ്മൾ ആഘോഷിക്കുന്ന കർമ്മല മാതാവിന്റെ തിരുനാളിന്റെ ആശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു.